RITയിലേക്ക് കയറി ചെന്നപ്പോൾ എൻ്റെ കയ്യിലോട്ട് കിട്ടിയ ഒരു ടെക്സ്റ്റ് ബുക്ക് കറക്റ്റ് ഒരു ബിഗ് ബോസ് ഹൗസിൽ ചെന്ന് പെട്ട ഒരവസ്ഥ. അവിടെ ഞാൻ ഇനോർഗാനിക് കെമിസ്ട്രി സ്കിപ്പ് ചെയ്തുകൊണ്ട് ബാക്കി ഓർഗാനിക് കെമിസ്ട്രിയും ഫിസിക്സ് അങ്ങനെ ഞാൻ ആലപ്പുഴ തിന്നൽ കോളേജിൽ ജോയിൻ ചെയ്തു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ കോളേജ് ഡേ ഇൻ മൈ ലൈഫും അതുപോലെ കോളേജ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പം നീറ്റ് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കുറച്ച് പിള്ളേർ എൻ്റെ നീറ്റ് സ്റ്റോറിനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ടുപോലെ തന്നെ മൈ നീറ്റ് സ്റ്റോറി, എൻ്റെ നീറ്റ് സ്റ്റോറിനെ പറ്റിയാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. അപ്പം അതിനു മുമ്പ് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. നമുക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കൂടി വരുന്നുണ്ട്. അപ്പോൾ പുതിയ സബ്സ്ക്രൈബേഴ്സ് അറിയാൻ വേണ്ടി, എൻ്റെ പേര് അമൽ. ഞാനിപ്പോൾ ആലപ്പുഴ തിന്നൽ കോളേജിലെ ഫസ്റ്റ് ഇയർ BDS സ്റ്റുഡൻ്റ് ആണ്. അപ്പം നമുക്ക് എൻ്റെ നീറ്റ് സ്റ്റോറിയിലേക്ക് കിടക്കാം ഗൈസ്. എൻ്റെ നീറ്റ് സ്റ്റോറി പറയുമ്പോൾ നമുക്ക് കുറച്ച് ബാക്കിലോട്ട് പോകാം. ഇതിപ്പോൾ 2024 നമുക്ക് നേരെ 2019 പോകാം. 2019 ഞാൻ 10ാം ക്ലാസ് കഴിയുന്നത്. 10ാം ക്ലാസ് കഴിയുന്ന ഒരു വിധത്തിൽ എനിക്ക് ഫുൾ A+ കിട്ടുന്നു. 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടിക്കഴിയുമ്പോൾ ഭയങ്കര ഹൈപ്പ്, ഭയങ്കര പഠിപ്പിസ്റ്റ് കൊച്ച്, ആ ഒരു സംഭവം വരത്തില്ലേ. അങ്ങനെ ഫുൾ A+ കിട്ടുന്നവരെല്ലാം എന്ത് ചെയ്യും, ഡയറക്റ്റ് പോയി സയൻസ് ചൂസ് ചെയ്യും. ആ ഒരു വേയിൽ ഞാനും പോയി സയൻസ് ചൂസ് ചെയ്തു. ആ സമയത്ത് നീറ്റ് എന്നോ മെഡിക്കൽ ഫീൽഡിലോട്ട് പോകണം അങ്ങനെ ഒരു മെന്റാലിറ്റി ഒന്നും എനിക്കില്ല. MBBS എന്ന് പറയുന്ന സംഭവം നമുക്കറിയാം, നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ആ ഫീൽഡിലോട്ട് എത്തണം എന്നുള്ളൊരു അതിയായ ആഗ്രഹം അങ്ങനെ സംഭവം ഒന്നും മനസ്സിൽ ഇങ്ങനെ വന്നിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ 10ാം ക്ലാസ് കഴിയുന്നു, നേരെ സയൻസ് എടുക്കുന്നു. സയൻസ് എടുത്ത് സയൻസ് എടുത്ത് ഞാൻ +1 കയറി. +1 കയറി പതുക്കെ ക്ലാസ്സൊക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിരുന്നു. ആ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുറച്ച് കുട്ടികൾ അവിടെ ഞങ്ങളുടെ അടുത്തൊരു ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുക, ബ്രില്യൻറ്റിൻ്റെ. അപ്പം +1 +2 ഒന്നിച്ച് പഠിച്ചിട്ട് +1 +2ൻ്റെ കൂടെ തന്നെ നീറ്റ് എഴുതുന്നു. എന്നുവെച്ചാൽ +2 കഴിഞ്ഞിട്ട് അറിയാമല്ലോ, +1 +2 കഴിഞ്ഞു, അതിൻ്റെ കൂടെ നീറ്റും പഠിച്ച് ലാസ്റ്റ് +2 എക്സാം കഴിഞ്ഞിട്ട് നീറ്റ് എക്സാം എഴുതി അങ്ങനെ കയറി പോകുന്ന കുറച്ച് പേര് അങ്ങനെ പോയി ജോയിൻ ചെയ്യുന്നു. ആ സമയത്ത് എനിക്ക് നീറ്റ് എന്ന് പറയുന്ന സംഭവം ഒന്ന് ക്ലിക്കായി. എൻ്റെ ഫ്രണ്ട്സ് ലിസ്റ്റിലുള്ള കുറച്ച് പേരൊക്കെ അതിന് പോയി ജോയിൻ ചെയ്യുന്നു. അപ്പം എനിക്ക് ജോയിൻ ചെയ്താൽ കൊള്ളാം എന്നുള്ളൊരു മെൻറ്റാലിറ്റി എൻ്റെ മനസ്സിൽ വരുന്നു. എന്നുവെച്ചാൽ എനിക്ക് നീറ്റ് എഴുതാമല്ലോ, ഇതിൻ്റെ കൂടെ പഠിച്ചു കഴിഞ്ഞാൽ എനിക്കും കൺട്രോൾ ചെയ്ത് പോകാം. ഫസ്റ്റ് എൻ്റെ മൈൻഡിൽ ക്ലിക്ക് ചെയ്യുന്നതാണ്. അപ്പം ഞാനും വീട്ടിലൊക്കെ പറഞ്ഞ് വീട്ടുകാരോട് ഞാൻ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്തു, ഇങ്ങനൊരു സംഭവം ഉണ്ട്. അപ്പോൾ കൂട്ടുകാരൊക്കെ എന്നെ ജോയിൻ ചെയ്യുക, അപ്പം ഞാനും ജോയിൻ ചെയ്യട്ടെ എന്ന് ഞാനിങ്ങനെ വീട്ടിൽ ചോദിച്ചു. അപ്പം വീട്ടുകാർക്കാർക്കും ഇങ്ങനെ സംഭവം ഒന്നും അറിയത്തില്ലല്ലോ. അപ്പോൾ അവരാദ്യം പറഞ്ഞു ഭയങ്കര പാടായിരിക്കും അത് കൺട്രോൾ ചെയ്ത്, എന്നുവെച്ചാൽ രണ്ടും കൂടെ കൊണ്ടുപോകാൻ ഭയങ്കര പാടായിരിക്കും. അപ്പം നീറ്റ് വേറെ, എൻ്റെ മൈൻഡിൽ അത് തന്നെ, നീറ്റ് വേറൊരു സംഭവം, നമ്മുടെ +1 +2 വേറൊരു സംഭവം. അങ്ങനെയായിരുന്നു ഞാൻ വിചാരിച്ചു വെച്ചിരുന്നത്. നീറ്റ് എക്സാമിൻ്റെ സിലബസ് പോലും എനിക്കറിയത്തില്ല, എന്താ പഠിക്കണ്ടേ എങ്ങനെ പഠിക്കണ്ടേ എന്നറിയത്തില്ല. പക്ഷേ ഞാൻ വീട്ടിൽ പോയി സംസാരിച്ചു. അപ്പം വീട്ടുകാർ പറഞ്ഞു രണ്ടും കൂടെ നിനക്ക് കൊണ്ടുപോകാൻ പാടായിരിക്കും, ഇപ്പം നീ +2 ഫോക്കസ് ചെയ്യും, അല്ല +1 +2 ഫോക്കസ് ചെയ്യും. ബോർഡ് എക്സാം കഴിഞ്ഞിട്ട് നമുക്ക് ഇൻ കേസ് ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം എന്ന് വീട്ടുകാർ പറയുന്നു. ഓക്കെ, അപ്പം ഞാനും, പക്ഷെ എനിക്ക് മെൻ്റലി അതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ അച്ഛനും ഒക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ അവരെല്ലാം പറഞ്ഞു ഓക്കെ, നമുക്ക് +2 കഴിഞ്ഞിട്ട് നിനക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു വർഷം കളഞ്ഞ് റിപ്പീറ്റ് ചെയ്യാം എന്നുള്ളൊരു സംഭവത്തിലേക്ക് എത്തി. അപ്പോൾ ഓക്കെ, ഞാനും പറഞ്ഞു സെറ്റ്, നമുക്ക് റിപ്പീറ്റ് ചെയ്യാം, ഇപ്പം ബോർഡ് എക്സാമിൻ്റെ രീതിയിൽ അങ്ങ് പോട്ടെ എന്ന് പറഞ്ഞു. +1ൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ് ടൈമിലാണ് ഞാനിങ്ങനെ ആഗ്രഹം വീട്ടിൽ പറയുന്നത്. അത് കഴിഞ്ഞ് +1 ഇങ്ങനെ നമ്മൾ ജസ്റ്റ് ആ ഒരു സ്റ്റെപ്പ് വെച്ച് സയൻസിലേക്ക് കയറുന്നേ ഉള്ളൂ ആ ടൈമിൽ. അപ്പം എനിക്ക് ഇതിൻ്റെ ആ ഒരു ഭീകരത എന്ന് വെച്ചാൽ +1 സയൻസ് എന്ന് പറയുന്ന ഒരു, എല്ലാവരും പറഞ്ഞു കേട്ടുണ്ട് ഭയങ്കര ടഫാണ് +1 സയൻസ് എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ ആ ഒരു ഭീകരതയിലേക്ക് കടക്കുന്നതിന് മുമ്പാണ് ഞാൻ ഈ ഒരു ആഗ്രഹം പറഞ്ഞത്. അങ്ങനെ ഞാൻ പതുക്കെ +1ലേക്ക് കയറിപ്പോയി. ഓരോ മാസങ്ങൾ കഴിഞ്ഞ് ക്ലാസ്സൊക്കെ ഇങ്ങനെ പുരോഗമിച്ചു പോയി. അപ്പോൾ എൻ്റെ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ഫ്രണ്ട്സ് ജോയിൻ ചെയ്തിരുന്നു, അവർക്കൊക്കെ ഭയങ്കര സ്ട്രെസ്സ്. കുറേ പേര് ഡ്രോപ്പ് ചെയ്തു, ആ കോഴ്സ് ഡ്രോപ്പ് ചെയ്തു. കുറച്ച് പേര് അത് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തു നിന്ന് എങ്ങനെയൊക്കെയോ പഠിച്ച് എങ്ങനെ എടുക്കാം എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ +1ൻ്റെ ആ ഒരു, പിന്നെ ഞാൻ ആ ഒരു സംഭവം വിട്ടു. നീറ്റ് എന്ന് പറയുന്ന സംഭവം വേണ്ട, എൻ്റെ മൈൻഡിൽ നിന്ന് അത് പോയി. ബോർഡ് എക്സാമിൻ്റെ ആ ഒരു രീതിയിൽ നമ്മൾ എല്ലാം ഒന്നും പഠിക്കാതെ, നമുക്കറിയാമല്ലോ ബോർഡ് എക്സാം എന്ന് പറയുമ്പം എൻ്റെയർ NCERT ഒന്നും ചോദിക്കത്തില്ല, നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും. നമുക്ക് ടീച്ചേഴ്സ് അത് പറഞ്ഞു തരും, നമ്മളത് പഠിക്കും, നമ്മളത് പോയി എക്സാമിന് എഴുതും. ആ സംഭവമാണ് ബോർഡ് എക്സാമിൽ നടക്കുന്നത്. അങ്ങനെ +1 ഇങ്ങനെ ലാസ്റ്റ് ബോർഡ് എക്സാമിൻ്റെ ടൈമിലോട്ട് എത്തി. ബയോളജി നല്ല ഇഷ്ടമായിരുന്നു പഠിക്കാൻ. +1 ബയോളജി നല്ല രസമായിരുന്നു. എന്നുവെച്ചാൽ എനിക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു പഠിക്കാൻ. അപ്പം ഞാൻ ബയോളജി ടെക്സ്റ്റ് ഫുള്ള് വായിക്കുമായിരുന്നു. +1 ബയോളജി ടെക്സ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു വായിക്കാൻ. എസ്പെഷ്യലി സുവോളജിയിലെ ഹ്യൂമൻ ഫിസിയോളജി ടോപ്പിക്കില്ലേ, ആ ഡൈജഷൻ, ബ്രീത്തിങ്, അതൊക്കെ എനിക്ക് നല്ല ഇഷ്ടം, നല്ല രസമായിരുന്നു വായിക്കാൻ. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു അതൊക്കെ വായിക്കാൻ. പക്ഷേ ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ നമുക്ക് ക്ലാസ് നോട്ട് തരുമല്ലോ, ആ നോട്ട് അതുപോലെ തന്നെ പഠിക്കും.
ഇക്വേഷൻസ് ഒക്കെ ആണെങ്കിലും പിന്നെ ഡെറിവേഷൻസ് ഉണ്ടല്ലോ അതൊക്കെ എഴുതി പഠിക്കും. കാണാതെ പഠിച്ചുകൊണ്ട് പോകും, എഴുതി വെക്കും. പിന്നെ മാത്സ് ഉണ്ട്, മലയാളം, ഞാൻ മലയാളമായിരുന്നു, മലയാളം ഉണ്ട്, പിന്നെ ഇംഗ്ലീഷ് ഉണ്ട്. അങ്ങനെ +1 അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ ലാസ്റ്റിലേക്ക് എത്തി. +1 ആ ഒരു ലാസ്റ്റ് ടൈമിലേക്ക് എത്തി. ആ ലാസ്റ്റ് ടൈമിലേക്ക് എത്തിയപ്പോഴത്തേനും നമുക്ക് കൊറോണ വന്നു. കോവിഡായിട്ട് ഞങ്ങളുടെ എല്ലാ എക്സാമും ഏകദേശം കഴിഞ്ഞു. പക്ഷേ ഫിസിക്സ് കെമിസ്ട്രി മാത്രം എക്സാം കഴിഞ്ഞിട്ടില്ല. സ്കൂളെല്ലാം അടച്ച് ഫിസിക്സ് കെമിസ്ട്രി എക്സാം കൂടെ നടക്കാനുണ്ട്, ബോർഡ് എക്സാം. അങ്ങനെ കുറച്ച് എത്രയോ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ വീണ്ടും ഫിസിക്സ് കെമിസ്ട്രി എക്സാം വന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ +2ലേക്ക് കയറി. +2ലേക്ക് കയറിയപ്പോൾ ഫുൾ ലോക്ക്ഡൗൺ വന്ന് നമ്മൾ ഫുൾ അടച്ചു പൂട്ടി. എല്ലാവരും വീട്ടിലായി, ഓൺലൈൻ ക്ലാസ് ആയി. +2 ഫിസിക്സ് ആൻഡ് കെമിസ്ട്രിയാണ് ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ളത്. കുറെ കോൺസെപ്റ്റ്, കുറെ നല്ല രീതിയിലുള്ള സംഭവങ്ങൾ ഫിസിക്സ് കെമിസ്ട്രിക്കകത്തുണ്ട്. മറ്റേ ഓർഗാനിക് കെമിസ്ട്രിക്കാണല്ലോ ഏറ്റവും കൂടുതലുള്ളത് +2ല. അപ്പം നമുക്ക് എന്ത് വന്നു, ഓൺലൈൻ ക്ലാസ് ആയിരുന്നു ഫുൾ ടൈം. എന്നുവെച്ചാൽ ആ ഒരു വർഷം മുഴുവൻ ഏകദേശം എക്സാമിന്റെ തൊട്ട് ഒരു 3-4 മാസം മുമ്പ് വരെ ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പതുക്കെ ഓരോ ബാച്ച് വൈസ് ഒക്കെ ഓഫ്ലൈൻ ആയി. അപ്പം ആ ഓൺലൈൻ ക്ലാസ്സും അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഫോക്കസ് പോയിന്റ്. +2ല് ഫുൾ ഫോക്കസ് പോയിന്റ് ആയിരുന്നു. ഞങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ ഫോക്കസ് തന്നു, അത് മാത്രം പഠിച്ചാൽ മതിയായിരുന്നു. പക്ഷെ അത് കുറെ ഉണ്ടായിരുന്നു, അത് മാത്രം പഠിച്ചാൽ മതിയായിരുന്നു. ഫോക്കസ് പോയിന്റ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ആ ചാപ്റ്റർ ഫുൾ ഇല്ല, പക്ഷെ കുറെ സംഭവങ്ങൾ, കുറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവങ്ങൾ മാത്രം വെച്ച് ഫോക്കസ് പോയിന്റ് വന്നു. അങ്ങനെ ഫോക്കസ് പോയിന്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും നമ്മളെന്തായി, ആ സംഭവങ്ങൾ മാത്രം പഠിച്ചിട്ടാണ് +2 ബോർഡ് എക്സാം എഴുതുന്നത്. +2ന്റെ ഒരു സംഭവങ്ങളും അറിയത്തില്ല, +2ന്റെ മെയിൻ സാധനങ്ങളൊന്നും അറിയാതെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് സാധനങ്ങൾ മാത്രം പഠിച്ചിട്ടാണ് ഞാൻ +2 പാസ് ഔട്ട് ആകുന്നത്. അങ്ങനെ +2ൽ എനിക്ക് ഫുൾ A+ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ +2 ഫുള്ള് ലോക്ക്ഡൌൺ ആയിരുന്നു, നമ്മൾ ഫുൾ വീട്ടിലായിരുന്നു. ആ എക്സാമിന്റെ ഒരു ടൈമിലൊക്കെ മാത്രമാണ് നമ്മൾ സ്കൂളിലേക്ക് പോയത്. അപ്പൊ പിന്നെ വീട്ടിലിരുന്ന് നല്ല രീതി മടിയായി. പിന്നെ നീറ്റും വേണ്ട, നീറ്റിന്റെ സംഭവം ഇല്ല, മെഡിസിനും ഇല്ല, MBBS ഇല്ല, ഒന്നുമില്ല, മൈൻഡിലൊന്നുമില്ല, ഭയങ്കര ചിൽ മൂഡായിരുന്നു. നീറ്റൊക്കെ മൈൻഡിൽ നിന്ന് പോയി. പിന്നെ എന്റെ കൂടെ പഠിക്കുന്ന കുറച്ച് പേര് കീം എഴുതുന്നുണ്ടായിരുന്നു. കീം അറിയാലോ, എഞ്ചിനീയറിംഗിന് എൻട്രൻസ് എക്സാം. അപ്പോഴത്തേനും ഞാൻ എന്ത് ചെയ്തു, കീമിന് അപ്ലൈ ചെയ്തു. എല്ലാരും ചെയ്യുന്ന എന്തോ അത് തന്നെയായിരുന്നു ഞാൻ 10ാം ക്ലാസ് തൊട്ടേ ചെയ്ത് വന്നിരുന്നത്. എല്ലാവരും എന്തോ സയൻസ് എടുക്കുന്നു, ഞാനും സയൻസ് എടുത്തു. എല്ലാവരും കുറച്ച് പേര്, ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് പേര് എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുന്നു, നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്നു. അപ്പൊ ഞാനും നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്നു വിചാരിക്കുന്നത് പോലെ ആ ടൈമിൽ നീറ്റിന്, ഞാൻ +2 കഴിഞ്ഞ ടൈമിൽ നീറ്റിന് വലിയ ഇമ്പോർട്ടൻസ് ആരും കൊടുത്ത് കണ്ടിട്ടില്ല. എന്റെ ക്ലാസ്സിൽ നിന്ന് ആ കൂടെ 2-3 പേര് എന്തോ നീറ്റിന് പ്രിപ്പയർ ചെയ്യും. ബാക്കിയുള്ള മെജോറിറ്റി ആൾക്കാരും കീം എഴുതുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാനും എന്ത് ചെയ്തു, കീമിന് അപ്ലൈ ചെയ്തു. +2ന്റെ ബോർഡ് എക്സാം കഴിഞ്ഞിട്ട് കുറച്ച് മാസം എന്തോ 1.5 മാസം എന്തോ കീമിനുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, കീം എൻട്രൻസ് എഴുതാന്ന് വിചാരിച്ച് എന്തൊക്കെയോ ലാസ്റ്റ് മിനിറ്റ് കുറച്ച് ഇക്വേഷനും പഠിച്ച് കുറച്ച് സംഭവങ്ങളൊക്കെ പഠിച്ച് ഞാനും പോയി കീം എക്സാം എഴുതി. വലിയ പ്രിപ്പറേഷൻ ഒന്നുമല്ല, അത്യാവശ്യം കുറച്ച് പ്രിപ്പയർ ഒക്കെ ചെയ്തിട്ട് ഞാൻ കീം എഴുതി. എൻട്രൻസിന്റെ റിസൾട്ട് വന്നു. എൻട്രൻസ് റിസൾട്ട് വന്നപ്പോൾ എനിക്ക് വലിയ കുഴപ്പമില്ലാത്ത മാർക്ക് ഉണ്ടായിരുന്നു. പക്ഷെ +2ന്റെ മാർക്ക് കൊണ്ട് ഞാൻ അലോട്ട്മെന്റ് വെച്ച്, എനിക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ തന്നെ എനിക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ തന്നെ കോട്ടയം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ്, അതായത് RIT അഡ്മിഷൻ കിട്ടി. എനിക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിനായിരുന്നു കിട്ടിയത്. ഞാൻ മെക്കാനിക്കൽ തന്നെയായിരുന്നു ഫസ്റ്റ് ഓപ്ഷൻ. എന്റെ ഫസ്റ്റ് ഓപ്ഷൻ മെക്കാനിക്കലായിരുന്നു. അങ്ങനെ അഡ്മിഷൻ കിട്ടി. ഞാൻ എന്റെ സാധനങ്ങളെല്ലാം കെട്ടിപ്പറക്കി നേരെ RITയിലേക്ക് പോയി. RIT ലൈഫായിരുന്നു പിന്നീട് അങ്ങോട്ട്. ഈ +1 +2 ടൈമിൽ ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള സബ്ജക്ട് ബയോളജി ആയിരുന്നു. ബയോളജി എനിക്ക് നല്ല രീതിയിൽ പഠിക്കാൻ ഇഷ്ടമായിരുന്നു. പക്ഷെ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് ആയിരുന്നു കെമിസ്ട്രി. എന്തെന്ന് പറഞ്ഞാൽ കെമിസ്ട്രി കുഴപ്പമില്ല, പക്ഷെ ഞങ്ങളെ പഠിപ്പിച്ച സാറിന്റെ ആ ഒരു എഫക്ട് കാരണം ഇതൊക്കെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ സാറ് നല്ല അടിപൊളിയായിട്ട് സാറ് പഠിപ്പിക്കും, നല്ല രീതിയിൽ പഠിപ്പിക്കും. പക്ഷെ സാറ് ഭയങ്കര ട്രോമ തന്ന് പഠിക്കണം, ഇത് പഠിക്കണം. അങ്ങനെ പറഞ്ഞ് എനിക്ക് കെമിസ്ട്രി ഞാൻ വെറുത്തു പോയി. എൻ്റെ ലൈഫിൽ ഏറ്റവും വെറുത്ത സബ്ജക്റ്റ് ആയിരുന്നു കെമിസ്ട്രി. എനിക്ക് കെമിസ്ട്രി ഇഷ്ടമല്ലായിരുന്നു. പിന്നെ ഫിസിക്സ് വലിയ ഇഷ്ടമല്ലെങ്കിലും തട്ടിമുട്ടിയൊക്കെ ജയിച്ചു പോകാൻ പറ്റിയ ഒരു നോളജ് ഉണ്ടായിരുന്നു. പിന്നെ മാത്സും അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര മാത്സിനോട് ഇഷ്ടമുള്ള ആളൊന്നുമല്ല, പക്ഷെ മാത്സും വലിയ കുഴപ്പമില്ല. എനിക്ക് ഇഷ്ടമാണ്, ചെയ്യാനൊക്കെ ഇഷ്ടമാണ്, ചെയ്ത ആൻസർ കണ്ടുപിടിക്കാൻ ഇഷ്ടം. ആ ഒരു ബേസിക് നോളജ് എനിക്ക് വലിയ മാത്സിൽ വലിയ ബുദ്ധിശാലി ഒന്നും അല്ലായിരുന്നു ഞാൻ. അങ്ങനെ RITയിലേക്ക് കയറി ചെന്നപ്പോൾ എൻ്റെ കയ്യിലോട്ട് കിട്ടിയ ഒരു ടെക്സ്റ്റ് ബുക്ക്. ഈ ഒരു ടെക്സ്റ്റ് ബുക്കായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് ക്ലാസ്, ഹയർ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം. അതും സെറ്റിന്റെ ബേസിക്സ് ആണ്. എന്റെ പൊന്നളിയ എനിക്ക് എന്താ ചെയ്യേണ്ടത്, എന്താ പറയുന്നത്, എനിക്ക് ഒരു വകയും മനസ്സിലായില്ല. എന്തോ ഫസ്റ്റ് ഡേ ഞങ്ങൾക്ക് വന്നത് ഹയർ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് ആയിരുന്നു. സെക്കൻഡ് വന്ന ഫിസിക്സ് ആയിരുന്നു. ഫിസിക്സിലെ വേവ് ഒപ്റ്റിക്സ് ആയിരുന്നു, വേവ് ഒപ്റ്റിക്സോ അക്വസ്റ്റിക്സോ അങ്ങനെ എന്തോ ആയിരുന്നു ഫിസിക്സിൽ വന്നത്. അതും കുറെ ഇക്വേഷൻസ്, എന്നുവെച്ചാൽ നീറ്റിന്റെ മൈൻഡിൽ ഒരു മെഡിക്കൽ ഫീൽഡിലേക്ക് പോകുന്ന എൻ്റെ മുമ്പിലേക്ക് വന്ന സാധനങ്ങളൊക്കെ ഇതാണ്.
എഞ്ചിനീയറിങ്. എനിക്കറിയാം എഞ്ചിനീയറിങ്, എനിക്ക് വലിയ ഐഡിയ ഇല്ലായിരുന്നു ഇതാ സംഭവം, ഇങ്ങനെ സംഭവം ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ ആ ഒരു ഓളത്തിനങ്ങ് പോയി എൻട്രൻസ് എഴുതി കിട്ടി, പോയി ചേർന്നു. ആ ഒരു സംഭവം ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് മാത്സും വന്നു, ഫിസിക്സും വന്നു. എനിക്ക് ഫസ്റ്റ് ഇയർ കെമിസ്ട്രി ഇല്ലായിരുന്നു. പിന്നെ ഒരു റിലാക്സിങ് സബ്ജക്റ്റ് എന്ന് പറയുന്ന സംഭവം എഞ്ചിനീയറിംഗ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. അങ്ങനെ ഞാനൊരു എങ്ങനെയും സ്റ്റിക്ക് ഓൺ ചെയ്യണം, പഠിക്കണം എന്നുള്ളൊരു മെന്റാലിറ്റി വന്നു. അങ്ങനെ ഞാൻ ഒരു വിധത്തിൽ അവിടെ എന്നെ കൊണ്ട് പറ്റുന്ന പോലൊക്കെ പഠിച്ചു പോയി. അങ്ങനെ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി കുഴപ്പമില്ല, നമുക്ക് പഠിക്കാൻ പറ്റുന്നതാണ്, വലിയ സീനില്ല. എന്നെ കൊണ്ട് പറ്റുന്ന പോലെ പഠിച്ച് പോയി. ആ സമയത്ത് നീറ്റ് എൻ്റെ മൈൻഡിലില്ല. പക്ഷെ ചെറുതായിട്ട് എവിടെയോ നീറ്റിനൊന്ന് ട്രൈ ചെയ്യണം. ഞാൻ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയില്ലല്ലോ നീറ്റ് എക്സാം, എന്നെ കൊണ്ട് പറ്റുമോ എന്നൊന്നും ഞാൻ ശ്രമിച്ചില്ലല്ലോ. പക്ഷേ എഞ്ചിനീയറിങ്ങിന് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക, എനിക്ക് എന്താണെന്നറിയത്തില്ല. അങ്ങനെ ഞാൻ പതുക്കെ എഞ്ചിനീയറിങ് ഒക്കെ കോൺസെൻട്രേറ്റ് ചെയ്തു. എന്നെ കൊണ്ട് പറ്റുന്ന പോലൊക്കെ പഠിച്ചു. നമുക്ക് ബേസിക് ആയിട്ടല്ലേ തുടങ്ങുന്നത്, ബേസിക് മാത്സ്, ബേസിക് ഫിസിക്സ് എല്ലാം ബേസ് വെച്ച് തുടങ്ങി വരും. പക്ഷെ ഒരു സൈഡിൽ നീറ്റ് എന്ന ഒരു സംഭവം എൻ്റെ മൈൻഡിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഞാൻ ട്രൈ ചെയ്തില്ലല്ലോ, ഞാൻ എന്നെ കൊണ്ട് പറ്റുമോ എന്ന് ഞാൻ നോക്കിയില്ലല്ലോ, ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കായിരുന്നു എന്നുള്ളൊരു റിഗ്രറ്റ് എനിക്ക് അടിച്ചു തുടങ്ങി ആ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്. അങ്ങനെ എഞ്ചിനീയറിംഗ് 1 മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു, 3 മാസം കഴിഞ്ഞു. അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞുകൊണ്ടിരുന്നപ്പം എനിക്ക് ഫിസിക്കലി കുറച്ച് പ്രശ്നങ്ങളുണ്ടായി. അപ്പം ആ ഒരു കണ്ടീഷൻസ് ഒക്കെ വന്ന് എനിക്ക് കുറച്ച് കാലം എഞ്ചിനീയറിംഗിന്റെ ഫീൽഡിൽ നിന്ന് കുറച്ച് ആ ഒരു സ്റ്റഡി ഗ്യാപ്പ് ഒക്കെ വന്നു. അങ്ങനെ ഗ്യാപ്പ് കഴിഞ്ഞ് പിന്നെ എഞ്ചിനീയറിംഗിലേക്ക് എന്നപ്പം ഫുൾ പോക, എന്താ ഏതാന്നൊന്നും അറിയാത്തൊരവസ്ഥ. അങ്ങനെ ഞാൻ ഡിസൈഡ് ചെയ്തു എന്നെ കൊണ്ട് പറ്റിയ പണിയല്ല എഞ്ചിനീയറിംഗ് എന്ന് വെച്ചാൽ മെഡിക്കൽ ഫീൽഡ് ആഗ്രഹിച്ചത് എഞ്ചിനീയറിംഗിലേക്ക് പോയി. ചിലരെ കൊണ്ട് പറ്റുമായിരിക്കും, ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് പറയുന്നത്. എഞ്ചിനീയറിംഗ് എന്നെ കൊണ്ടൊരു രക്ഷയില്ലായിരുന്നു. അങ്ങനെ ഞാനത് ഡ്രോപ്പ് ചെയ്യാമെന്ന് തീരുമാനിച്ചു. വീട്ടിൽ ഞാൻ പറഞ്ഞു, വീട്ടുകാർ ആദ്യമൊന്നും സമ്മതിച്ചില്ല. പിന്നെ ലാസ്റ്റ് എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞപ്പം ഓക്കെ നമുക്ക് ഡ്രോപ്പ് ചെയ്യാം, എന്നിട്ട് നീ എൻട്രൻസ് പ്രിപ്പയർ ചെയ്യാം എന്നുള്ളൊരു മെന്റാലിറ്റി അവരും അക്സെപ്റ്റ് ചെയ്തു. ഞാൻ RIT എൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം വാങ്ങി തിരിച്ച് ഞാൻ വീട്ടിലേക്ക് വന്നു. ഞാൻ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ടൈമിലായിരുന്നു ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം വാങ്ങി തിരിച്ചു വന്നത്. അങ്ങനെ ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്തു. ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ പഠിക്കാൻ തുടങ്ങി. ഏകദേശം 1.5 മാസം എന്നുവെച്ചാൽ ഒരു ഫ്ലോ എന്നുവെച്ചാൽ ഇത്രയും നാളും ഇത്രയും നാളും എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരുന്ന് എൻട്രൻസിനെ പറ്റി ഒരു ബേസിക്കും ഇല്ലാതെ, +2 ഒരു ബേസ് ഇല്ലാതെ, +1 ഏതാണ്ട് കുറച്ച്, അതും ബയോളജി മാത്രമേ എന്തോ കുറച്ചറിയാം എന്നുള്ളൊരു കോൺഫിഡൻസ്. ബയോളജി എനിക്ക് എന്തോ കുറച്ചറിയാം, +1 ബയോളജി മാത്രമേ എന്തോ കുറച്ചറിയാം എന്നുള്ളൊരു കോൺഫിഡൻസിലാണ് ഞാൻ പോയി എൻട്രൻസിലേക്ക് ചാടുന്നത്. ഏകദേശം ഇനി 1.5 മാസം എന്തോ എൻട്രൻസ് എക്സാമിനുള്ളൂ. എന്തോ ഒരു 1.5 മാസത്തെ എന്തോ ഒരു ക്രാഷ് കോഴ്സ് ബ്രില്യൻ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ ക്രാഷ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്തു. എന്താ സംഭവിക്കുന്ന ഒരു ഐഡിയ ഇല്ല. നമ്മൾ +2 പഠിച്ച സംഭവം, നമ്മൾ +1 +2 പഠിച്ച ഒരു സംഭവത്തിന് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് ഒരു എൻട്രൻസ് ഓറിയന്റഡ് കോച്ചിങ് ആയിരുന്നു അവിടെ. അതും 1 മാസമേ ഉള്ളൂ. അവർക്ക് ഈ ഇത്രയും ഒരൊറ്റ മാസത്തിനുള്ളിൽ 96 ചാപ്റ്റേഴ്സും കവർ ചെയ്ത് അതിനും എക്സാം ഇട്ട് ഒരു ടൈം ലിമിറ്റേഷൻ ഉണ്ടല്ലോ. ഞാൻ പഠിക്കുന്ന സമയത്ത് ബാക്കിയുള്ള കുട്ടികൾ ഇത് 10 പ്രാവശ്യം റിവൈസും ചെയ്ത് അവര് കുറെ എക്സാമും എഴുതി ലാസ്റ്റ് അവരുടെ ഫൈനൽ യൂണിറ്റ് എക്സാം നടക്കുന്ന ടൈമിലാണ് ഞാൻ പോയി എൻട്രൻസിന് ജോയിൻ ചെയ്യുന്നത്. അങ്ങനെ എനിക്കൊരു ഐഡിയയും ഇല്ല. എനിക്ക് ആ ഒരു സീരിയസ്നെസ് അറിയത്തില്ല. എൻട്രൻസ് എക്സാം ഇങ്ങനെയാണ് അങ്ങനെയാണ്, എനിക്കൊരു ഐഡിയയും ഇല്ലാതെ ഞാൻ പോയി ചേർന്നു. ചെറുതായിട്ടൊക്കെ പഠിക്കാൻ തുടങ്ങി. പക്ഷെ എക്സാമിന് കുറച്ച് മാസം കൂടി ഉള്ളൂ. എനിക്കറിയാം എന്തായാലും കിട്ടാൻ പോകുന്നില്ല, എനിക്ക് കൺഫേം ആയിരുന്നു. അപ്പം ഞാൻ ഓർത്തു ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തിട്ട് റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് കുറച്ചുകൂടെ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പം എൻ്റെ മൈൻഡിൽ എന്തായി, നമുക്ക് റിപ്പീറ്റ് ചെയ്യാം, ഈ ഒരു സംഭവം ഇങ്ങനെ പോട്ടെ, നമുക്ക് ഒരു ബേസ് ഉണ്ടാക്കിയെടുക്കാം, ഈ ഒരു 1 മന്ത് കൊണ്ട് ബേസ് ഉണ്ടാക്കാം, പിന്നെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ അടിപൊളിയായിട്ട് പഠിക്കാം എന്നുള്ളൊരു മെന്റലി ഞാൻ സെറ്റായി. അങ്ങനെ ഞാൻ ഒരു ബേസ് ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ ബേസും ഉണ്ടാക്കിയില്ല, ശരിക്കും പഠിച്ചുമില്ല. ഒരു 1 മന്ത് ഒരു ഹണിമൂൺ പീരീഡ് പോലെ ചുമ്മാ കടന്നുപോയി. വീട്ടിൽ തന്നെയായിരുന്നു, ഫുഡ് കഴിക്കുക, TV കാണുക, ഫോൺ കളിക്കുക. അങ്ങനെ വലിയ പഠിത്തം ആദ്യത്തെ ഒരാഴ്ച അടിപൊളിയായിട്ട് ഞാൻ പഠിച്ചു. പക്ഷെ പിന്നെ ആ പഠിത്തം അങ്ങോട്ടൊന്നും നടന്നില്ല. ഓൺലൈൻ ക്ലാസ് ഒരു വഴിക്ക് അടിപൊളിയായിട്ട് നടക്കുന്നു, ഞാൻ ഒരു വഴിക്ക് നടക്കുന്നു. അങ്ങനെ ഞാൻ ആദ്യത്തെ എക്സാം ഒക്കെ എഴുതിയപ്പോൾ എനിക്ക് ഏറ്റവും താഴെ റാങ്കും മാർക്കും ഒക്കെ. അങ്ങനെ എന്ന് വെച്ചാൽ കുറെ ടോപ്പേഴ്സ് നമ്മുടെ ബാച്ചിലുണ്ടായിരുന്നു. ഞാൻ അതൊന്നും മൈൻഡാക്കിയില്ല. നെക്സ്റ്റ് ടൈമിൽ നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം എന്നുള്ള ഒരു മെന്റലി ഞാൻ സെറ്റായി. പിന്നെ ഞാൻ
പിന്നെ ഞാൻ അതിനെപ്പറ്റി മൈൻഡേ ചെയ്തില്ല. അങ്ങനെ എൻട്രൻസ് എക്സാമിന്റെ ഡേറ്റ് വന്നു, എൻട്രൻസ് എക്സാമിന്റെ ദിവസം വന്നു, എക്സാം എഴുതി, ഒന്നും പഠിക്കാതെ എഴുതി എക്സാം നടക്കണ്ട എന്ന് വിചാരിക്കുന്ന കാലം. ചെല്ലുന്ന ടൈമിൽ കണ്ട കാഴ്ച എന്റെ റൂംമേറ്റ്സ് രണ്ടുപേരും പഠിക്കുക. ഫസ്റ്റ് ഡേ ഞാൻ ചോറ് പോലും ഉണ്ടില്ല. അവിടെ ചെന്നിട്ട് എനിക്ക് മോഡൽ എക്സാമിന് മാത്രമാണ് 600+ വരുന്നത്. അവിടെ ഞാൻ ഭയങ്കര ടെൻഷൻ, 601 എന്തോ ആയിരുന്നു. അത് ഭയങ്കര ക്ലാസ് പിറ്റേ ദിവസം എക്സാം അല്ലേ, അയ്യോ ഒരു രക്ഷയില്ല. എനിക്ക് എന്ത് ചെയ്താ ബയോളജി വായിച്ച് തീരുന്നില്ല.